ഇനി അടുത്ത ചോദ്യം, നിങ്ങൾ ചോദ്യത്തിന് കൃത്യമായ നമ്പർ നൽകണം. നമ്മൾ ഓരോ സൈഡ് ഹെഡിങ്ങിന് ശേഷം കൃത്യമായ നമ്പർ നൽകുക. ഒരു സമചതുരത്തിൽ നിന്നും 2 മീറ്റർ വീതിയുള്ള ഒരു കഷണം മുറിച്ചു മാറ്റുന്നു. മിച്ചമുള്ള ചതുരത്തിന്റെ പരപ്പളവ് 99 ചതുരശ്ര മീറ്റർ. സമചതുരത്തിന്റെ വശങ്ങളുടെ നീളം എത്രയാണ്? ഇതാണ് ചോദ്യം. നമ്മൾ ഈ ചിത്രം ഒന്ന് വരയ്ക്കാം. ആദ്യം വീണ്ടും ചിത്രം വരച്ചു നോക്കാം. ഇതായിരുന്നു സമചതുരം. ഇതായിരുന്നു സമചതുരത്തിന്റെ ഒരു ഭാഗത്തു നിന്നും 2 മീറ്റർ വീതിയിൽ ഒരു ചെറിയ ഭാഗം മുറിച്ചു മാറ്റി. അപ്പൊ ഈ ഭാഗം മുറിച്ച് നീക്കം ചെയ്താൽ ബാക്കിയുള്ള ഭാഗം എന്തായിരിക്കും? അത് സമചതുരമല്ല, എന്തായിരിക്കും? ഒരു ചതുരമായിരിക്കും. അപ്പൊ സമചതുരത്തിന്റെ വശത്ത് നമ്മൾ എക്സ് എന്ന് എടുത്താൽ ഈ ഭാഗം x-2 ആയിരിക്കും. x-2 അല്ലെ? അപ്പോ ആ ചതുരത്തിന്റെ നീളം എക്സും വീതി x-2 മാറുന്നു. അപ്പൊ പരപ്പളവ് എന്താ? പരപ്പളവ് എന്ന് പറഞ്ഞാൽ നീളം ഗുണിക്കണം വീതിയാണ്. അപ്പൊ എന്തായി മാറും? x × x-2 എന്നായി മാറും. ശരിയല്ലേ? ഇവിടെ പരപ്പളവ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ തുടങ്ങാം. സമചതുരത്തിന്റെ വശം സമം എക്സ് ആയിട്ട് എടുക്കാം. ആദ്യത്തെ സമചതുരത്തിന്റെ വശം എക്സ് ആണ്. പിന്നീട് ആ സമചതുരം എന്തായി മാറി? ഇവിടെ ഒരു ചതുരമായി മാറി. അങ്ങനെയാണെങ്കിൽ ചതുരത്തിന്റെ വശങ്ങൾ എന്തായിരിക്കും? ചതുരത്തിന്റെ വശങ്ങൾ x × x-2 എന്നാണ് വരുന്നത്. x × x-2. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താ? x × x-2 സമം 99 എന്നാണ്. x × x-2 സമം 99. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഇതിനെ ഗുണിക്കുക. അപ്പൊ x × x² മൈനസ് 2x സമം 99. അപ്പൊ അടുത്ത സ്റ്റെപ്പ് അങ്ങനെയാണ് നിങ്ങൾ എഴുതണം. x² മൈനസ് 2x സമം 99 എന്ന് എഴുതുക. ഞാൻ ആ സ്റ്റെപ്പ് ഇവിടെ എഴുതുന്നില്ല. x² മൈനസ് 2x സമം 99. പിന്നെന്തായിരിക്കും? അതിനെ വർഗത്തികവാക്കണം. വർഗത്തികവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സിന്റെ ഗുണകത്തിന്റെ പകുതിയുടെ വർഗം. എക്സിന്റെ ഗുണകത്തിന്റെ പകുതിയുടെ വർഗം. ഇവിടെ എക്സ് എത്ര? എക്സിന്റെ ഗുണകം എത്ര? 2. ചിഹ്നം നോക്കണ്ട. 2. 2ന്റെ പകുതി 1. അപ്പൊ 1² ആണ് 2 ഭാഗത്തും കൂട്ടേണ്ടത്. മനസ്സിലായല്ലോ? നമ്മളൊരു സ്റ്റെപ്പ് എഴുതാനുണ്ട്. ഇനി വർഗത്തികവാക്കി മാറ്റി. വർഗത്തികവാക്കി മാറ്റുമ്പോൾ x² മൈനസ് 2x പ്ലസ് 1² സമം 99 പ്ലസ് 1² ആയി മാറി. അല്ലെ? ഇവിടെ സ്റ്റെപ്പ് ചെയ്തതിനു ശേഷമാണ് വർഗത്തികവാക്കുന്നത്. അപ്പൊ ഇത് നേരത്തെ നമ്മൾ എഴുതിയ സമവാക്യങ്ങൾ പ്ലസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതെന്താ? മൈനസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് a-b². a-b² സമം a² മൈനസ് 2ab പ്ലസ് b². അല്ലെ? അത് ഉപയോഗിച്ചാൽ ഇത് ഏത് രൂപത്തിലാവും? x-1² എന്ന രൂപത്തിലാവും. അപ്പൊ x-1² സമം 99 പ്ലസ് 1 100. x-1² സമം എന്തായി മാറി? 100 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ രണ്ടാകൃതി സമവാക്യമായാൽ ഇവിടെ ഏത് രീതിയിലാണ് ഈ സമവാക്യത്തെ നമ്മൾ സമവാക്യത്തിന് പരിഹാരം കാണുന്നത്? ആ സമവാക്യത്തെ നമ്മൾ എന്താക്കി മാറ്റും? വർഗത്തികവിലേക്ക് മാറ്റും. വർഗരൂപത്തിലേക്ക് മാറ്റും. ഇപ്പൊ നമ്മൾ എഴുതിയ എല്ലാ സമവാക്യങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിരുന്നു? വർഗത്തികവിലേക്ക് മാറ്റാൻ പറ്റിയിരുന്നു. x-1² സമം 100 എന്നാണ് കിട്ടിയത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ? x-1 സമം എന്തായി മാറി? x-1 സമം √100 എന്നാണ് കിട്ടുക. അപ്പൊ x-1 സമം √100 എന്ന് കിട്ടും. അപ്പോൾ സമം 10. അപ്പൊ x സമം എത്ര? 10 പ്ലസ് 1 11 എന്നായി മാറും. അല്ലെ? 10 പ്ലസ് 1 സമം 11. അപ്പൊ x എന്ന് പറഞ്ഞ സമചതുരത്തിന്റെ വീതി ഒരു വശമാണ് 11 ആയി മാറിയത്. അപ്പൊ അതിൽ നിന്ന് ഇവിടെയും 11 ആയിരിക്കും. അതിൽ നിന്ന് എന്തായി മാറി? 2 മീറ്റർ നീളത്തിൽ മുറിച്ചു മാറ്റിയാൽ ബാക്കി ഇവിടെ എത്രയായിരിക്കും ഉണ്ടാവുക? 9 ആണ് ഉണ്ടാവുക. ബാക്കി 9 ആണ്. അപ്പൊ 11 × 9 സമം 99. ശരിയാണ് അല്ലെ? ശരിയാണ്. അപ്പൊ ഇത് നിങ്ങൾ ചെയ്യുക. ഇവിടെ നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം, നമ്മളിവിടെ 2 കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഒന്ന്, ചോദ്യത്തെ നമ്മൾ എങ്ങനെയാണ് സമവാക്യമായി മാറ്റുക എന്നാണ്. ഈ ഒരു ചോദ്യം ചെയ്താൽ പോരാ, ഇതുപോലുള്ള മറ്റു ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണം. ഭാഷാവാചകങ്ങളിൽ പറയുന്ന ഒരു ചോദ്യത്തെ നമ്മൾ എന്തിലേക്ക് മാറ്റുന്നു? ബീജഗണിതത്തിലേക്ക് മാറ്റുന്നു. അതാണ് ആദ്യ ഭാഗം. അങ്ങനെ മാറ്റിയാൽ നമുക്ക് എന്ത് ലഭിക്കും?
ഒരു സമവാക്യം കിട്ടും അല്ലെ, രണ്ടാംകൃതി സമവാക്യം കിട്ടും. പിന്നെ അടുത്ത ഘട്ടം ഈ രണ്ടാംകൃതി സമവാക്യത്തെ പരിഹാരം കാണുന്നു. എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ പരിഹാരം കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ആ സമവാക്യത്തെ എന്താക്കി മാറ്റും? ആദ്യം ചെയ്ത സമവാക്യങ്ങളിലും വർഗരൂപത്തിലായിരുന്നു. പിന്നെ നമ്മൾ എന്താക്കി മാറ്റി? ആ വർഗരൂപത്തിൽ അല്ലെങ്കിൽ നമ്മൾ എന്തിലേക്ക് മാറ്റും? അതിനെ വർഗരൂപത്തിലേക്ക് മാറ്റിയിട്ട് ചെയ്യുന്നു. മനസ്സിലായല്ലോ? അതൊന്ന് ചെയ്യുക, എല്ലാവരും ഇപ്പൊ ചെയ്യുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടല്ലോ.